ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. രാവിലെ എണിച്ച് അമ്പലത്തിൽ പോകുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്, കുളിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം നമുക്ക് പൂക്കളം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഫസ്റ്റ് തന്നെ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അമ്പലവും കാവയ്ക്കായിട്ട് സർപ്പക്കാവയ്ക്ക് സൈഡിലുണ്ട്. കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇതാണ് അമ്പലത്തിൻ്റെ സ്ഥലം. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മളിനി കുങ്കുമത്തിനെ കാണാൻ പോകണം. നമ്മുടെ ബ്രോവിനെ കണ്ടിട്ട് വരാം. ഇവിടെ അടുത്ത് തന്നെ വീടായതുകൊണ്ട് നമ്മൾ നടന്നിട്ട് അങ്ങനെ പോവുകയാണ്. രാവിലെ എണിച്ച് അമ്പലത്തിൽ പോകുന്നത് വല്ലാത്തൊരു രസമുള്ള കാര്യമാണ്. പക്ഷെ രാവിലെ എണിച്ച് കുളിക്കാനും ഉള്ള മടി കാരണം നമ്മളങ്ങനെ എണിച്ചാലും അമ്പലത്തിൽ പോകാറില്ല. ഞാൻ പോകാറില്ല, നിങ്ങൾ പോവായിരിക്കും. അപ്പം നമുക്ക് ബ്രോയെ പോയി കാണാം. ആളെണീച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. നോണായിട്ട് ആൾ പുതച്ച് മൂടി കിടന്നുറങ്ങുന്നൊന്നും അറിയില്ല. പോയി നോക്കാം. ഇത് നമ്മുടെ ഉങ്കിരിയും പിന്നെ ആരൊക്കെയാണ്? ഉങ്കിരിയും പിന്നെ ആരാണ്? ഓക്കെ, ഉങ്കിരിയും ടെസ്സിയാണ്. കാണിച്ചാൽ ഉങ്കിരിയും ടെസ്സി. ഉങ്കിരി, ടെസ, ബ്രോ വന്നു. പക്ഷെ നമ്മൾ ബ്രോയുടെ എനിക്ക് പേടിയല്ല, ചളിയാവും പറഞ്ഞിട്ടാണ്. ഉങ്കിരി നമ്മുടെ ഇത് നമ്മുടെ ഉങ്കിരി. അതെ, അപ്പൊ ഇത് നമ്മുടെ ബ്രോയുടെ വീട്ടിന്റെ മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ്. ആന്റി എനിക്ക് അവരൊന്ന് കാണിച്ചൊക്കെ തരുന്നുണ്ട്. ഞാൻ പ്രൊമോട്ട് ചെയ്യാണ്. ഇതാ കാണുന്നതാണ് നമ്മുടെ വീട്. ഇവിടുന്ന് നോക്കി എല്ലാം കാണാം. ഫുൾ വൈബാണ്. പ്രകൃതി രമണീയമായ സ്ഥലം. ഇതൊക്കെ നമ്മുടെ തൊടിയാണ്. ആ കാണുന്നത് മൊത്തം നമ്മുടെ ഉങ്കിരിയെ പിടിച്ച് മുകളിൽ നിർത്തിയിരിക്കുകയാണ്. കണി കാരണം അടുത്ത ആള് വന്നു. ആന്റിയുടെ പെറ്റ്. ഈ ബോർഡൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവരെ കണ്ടിട്ട് അത് തോന്നുന്നുണ്ടോ? കഷ്ടപ്പാടാണ്. മേലെ ചളിയാക്കും പറഞ്ഞിട്ട് മുണ്ടെടുത്തവന്റെ കഷ്ടപ്പാട്. ഉങ്കരിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് പോകുന്ന ആദർശ് നായർ. അപ്പൊ ഇന്ന് അമ്മയുടെ ആട്ട് വെക്കാൻ പോകണം. ഇത്ര നേരമായിട്ട് പൂവിടാൻ വരാത്തതിന് അമ്മ അവിടെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വേഗം പോവാണ്, ഇല്ലെങ്കിൽ ഇന്ന് തല്ലുറപ്പാണ്. എന്നെ വിളിച്ചാട്ടില്ല, ആദർശ് നായരെ വിളിച്ചിട്ടാണ് ആട്ടിയത്. നമ്മളൊരു ഗ്രാമമാണ്. ഇവിടെ കുറച്ച് ചെറിയ ചെറിയ സ്കൂളുകളും അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ അടിപൊളി പ്ലേസൊക്കെയാണ്. ഞാൻ പുതിയതായി വന്നതുകൊണ്ട് പറയണമല്ലോ. പക്ഷെ ഇവർക്കൊക്കെ ഇത് കണ്ട് മടുത്തതാണ്. പറയാലോ, ഭയങ്കര നല്ല ആൾക്കാർ. എനിക്കൊന്നും പറയാനില്ല. അത് പറഞ്ഞു തന്നത് എൻ്റെ ഭർത്താവിനെയാണ്. ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഉമ്മർത്ത് തന്നെ ചീത്ത പറയാൻ അമ്മ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ പൊക്കും, അത് നല്ലത്. എനിക്ക് ആട്ടി വെക്കാൻ വയ്യ. ആണ് നമ്മുടെ വീട്. ഇപ്പോൾ ഇവിടെ പൂവിടാനുള്ള തിരക്കൊക്കെയാണ്. അമ്മ ഇവിടെ പൂ പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കാനല്ല, പൂക്കൾ ഇടാൻ വേണ്ടി അമ്മ പൂവൊക്കെ പിച്ച് തന്നോണ്ടിരിക്കുന്നുണ്ട്. പൂവൊക്കെ ഇടാൻ വേണ്ടി നല്ല ഡ്രസ്സ് ഇട്ട് പൂവിടാനൊന്നും പറ്റില്ല. അപ്പോൾ പൂവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി പൂവിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോയി പൂവിടാം. പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഈ തിരുവോണം ആദർശേട്ടൻ എഴുതിയതാണ്. ഞാൻ പൂക്കളം ഇട്ടു. ഏകദേശം നമ്മുടെ പൂക്കളമൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ മാമിയും കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ ബൈ പറഞ്ഞ് പോയി. അപ്പം ഈ ക്ലീനിങ്ങിലാണ് ഹസ്ബൻഡ്.
അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഇട്ടത്, അല്ലെങ്കിൽ ഫുള്ള് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. ക്ലീനിങ്ങിലാണ് ആദർശാർ നായർ. കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ ഉപദ്രവിക്കുന്ന മത്തി മച്ചാൻ. ഫോട്ടോഷൂട്ട് പോലും ഫോട്ടോഷൂട്ട് നമ്മൾ എടുത്തു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ ഉറക്കം കളഞ്ഞത്? ഈ മത്തി ഒരിക്കൽ ഞാൻ നിങ്ങളെ വറക്കും. വീണ്ടും ഡ്രസ് ചെയ്ത് കവയ്ക്ക് പോവാണ്. കവയ്ക്ക് പോവാം. ഇങ്ങനെ കുറെ നാളായിട്ട് ഞാൻ കാത്തിരുന്ന ആ സ്പോട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലും ഫുഡ് അടിക്കാൻ പോവാണല്ലോ, കാണിച്ചു തരാം. ദേ 2 അരയന്നങ്ങൾ പ്രണയ ജോഡികൾ നടന്നു പോകുന്നു. അതിൻ്റെ ഉമ്മർത്ത് പ്രണയമില്ലാത്തൊരു ജോഡി നടന്നു പോകുന്നുണ്ട്. സംഭവം ഇവിടെ ഭയങ്കര തിരക്കാണ്, പക്ഷെ പ്രകൃതി രമണീയമായിട്ട് നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ പഴംപൊരിയും ബീഫൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വിശപ്പ് മാറാഞ്ഞപ്പോൾ ഞങ്ങൾ ബീഫും കപ്പയും കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വിശപ്പ് മാറാതായപ്പോൾ ഞങ്ങൾ മീൻ വറുത്തത് കഴിക്കുന്നത് അടിപൊളിയായിരുന്നു, രക്ഷയില്ല. എന്താ പറയുക, ആ പുഴയല്ല, ഡാമിൽ നോക്കി കഴിക്കുമ്പോൾ ഈ മീൻ വറുത്തതും ഡാമിലെ കാറ്റും വൈബും എന്തൊരന്തസ്. അപ്പം ഞങ്ങളുടെ മീൻ വറുത്തതൊക്കെ വന്നു. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് മീൻ വറുത്തതിനൊക്കെ. ഇനി അതങ്ങൾ മാക്ക് നടിക്കണം. മാക്ക് നടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോലെങ്ങനെയായി. ഞങ്ങളുടെ മീൻ പൊട്ടാതെയും അവരെ മീൻ പൊട്ടിയിട്ടുമായി. അപ്പോൾ ഇപ്പം ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.